എല്ലാവർക്കും എൻ്റെ പുതിയൊരു മോർണിംഗ്. വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗുഡ് മോർണിംഗ്. കാലത്തെ തന്നെ ഞാൻ എണീറ്റ് ഫ്രഷായി ഗുഡ് മോർണിംഗ്. വരുമ്പോഴത്തേക്കും കുഞ്ഞ് എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കൊന്ത ഏൽപ്പിച്ചതിന് ശേഷം അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്തേക്കാട്ടോ പോണത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനവന്. നമ്മുടെ റൂമിൽ ഈ കർട്ടനൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര വെളിച്ചമാണ്. പിന്നെ ലൈറ്റിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഫുൾ ടൈം കർട്ടൻ ഇങ്ങനെ ഞാൻ തുറന്നിടാറുണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് കാണാനായിട്ട് പുറത്ത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ തലേന്ന് അപ്പത്തിന് വേണ്ടിയിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പൊന്തിയില്ല. ഇവിടെ ഇങ്ങനെ എ സിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളല്ലേ. സാധാരണ ഞാനതൊരു ബ്ലാങ്കറ്റിൽ ഇട്ടിട്ട് മൂടി വെക്കാറാണ് പതിവ്. അപ്പോൾ ശരിക്കും പൊന്തും. പക്ഷെ ഇപ്രാവശ്യം ഞാനത് മറന്നുപോയി. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഞാൻ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ പറയാറുണ്ട്, ഈ വെള്ളയപ്പത്തിനൊന്നും ടേസ്റ്റ് ഇല്ല എന്നും പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമുക്ക് ഫുഡിൻ്റെ ഓരോ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. അതിൽ നാളികേരം മാത്രം ഞാൻ ഇടാറില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ വെള്ളയപ്പത്തിന് കലക്കി വെച്ചതിന് ശേഷം കറി വെക്കണല്ലോ. ഇന്ന് മുട്ടക്കറി റെഡിയാക്കാന്ന് വിചാരിച്ചു. കുറേ ദിവസമായി പാലും പിഴിഞ്ഞിട്ട് മുട്ടക്കറി വെച്ചിട്ട്. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനിൽ ആണ് ഞാൻ. പക്ഷെ അതിൻ്റെ ഇടയിൽ കുഞ്ഞി നേരത്തെ എണീറ്റ കാരണം എൻ്റെ പണികൾ പകുതിയൊക്കെ ചിലത് നടക്കാറില്ല. കുഞ്ഞ് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും ആ സമയത്ത്. ഈ നേരം കൊണ്ട് എൻ്റെ മൂത്ത പുത്രൻ എണീറ്റു കിട്ടാ. അപ്പം അതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവൻ ടാബ് കാണും. അതൊക്കെയാണ് അവൻ്റെ പരിപാടി. ചേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നേരത്ത്. അപ്പം പിന്നെ കുഞ്ഞിനെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ ബാക്കി പണികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു പണി അവൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഏത് നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നാളികേരൊക്കെ ചേർത്തി പാലും പിഴിഞ്ഞ് ഞാൻ എൻ്റെ കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറെ നാള് കൂടി വെച്ചിട്ടാന്ന് തോന്നണം കറിക്ക് ഇത്രയും ടേസ്റ്റ്. എനിക്ക് മാത്രല്ല കേട്ടോ, ചേട്ടനായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നെ മോത്തടിച്ചോണം പറയും. ഇഷ്ടമായ പിന്നെ ഇഷ്ടമായെന്ന് പറയും, ഇഷ്ടമായില്ലേ ഇല്ലാന്ന് തന്നെ പറയും. അങ്ങനെ വെള്ളയപ്പൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂട്ടത്തിൽ ചായയും ഞാൻ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അടുക്കള ഒരു ഇച്ചിരി ചെറുതായതുകൊണ്ട് പെരുമാറാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ നേരം കൊണ്ട് ജോക്കൂട്ടിനെ എണീറ്റ് പല്ലയച്ച് വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാനൊന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആദ്യം ഫ്രഷ് ആയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ജോക്കൂട്ടൻ അടുക്കളയിൽ വന്ന് അവന്റെ കലാവിരുതുകളാണ് ഇനി അടുത്ത് കാണിക്കാൻ പോണത് അവൻ. ചേട്ടൻ എണീറ്റ് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ വൈറ്റിയുടെ കയ്യിൽ നിന്ന് എപ്പോഴാ പണി കിട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനിക്ക് മുന്നേ എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ മ്യൂസിക് ഇട്ട കാരണം. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലത്തെ പാട്ടുകൾ ഇട്ടാം. അതുകൊണ്ട് കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ ഞാൻ വളരെ കെയർഫുൾ ആണ്. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ ചാനലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ചായയൊക്കെ വെച്ചതാ. ഈ 3 പേര് ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ എന്റെ കുഞ്ഞി പിന്നാക്കാണ് കേട്ടാ. ഒരു വക കഴിക്കില്ല. 2 വയസ്സ് വരെ എന്തായാലും പാല് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പക്ഷെ അത് ഉടനെ എന്തായാലും നിർത്തേണ്ടി വരും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് സിനിമയ്ക്ക് പ്ലാൻ ഇട്ടത്. അതായത് ലോക എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് കാണാനുള്ള പ്ലാനിങ്ങിൽ ഇട്ടു. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ലഞ്ച് റെഡിയാക്കാന്ന് വിചാരിച്ചു. ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പനും മോനും കൂടി ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ആ വീഡിയോ കൂടി ഞാൻ എടുത്തു. കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ കളയാറില്ല. നമുക്ക് നല്ല നല്ല ക്ലിപ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് എടുത്ത് വെക്കാറാട്ടോ പതിവ്. കാരണം ഇതൊക്കെ നമുക്ക് ഓർക്കാനായിട്ട് ഈ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാര്യം ഉണ്ടായില്ല. കാരണം 1:15-നായിരുന്നു സിനിമ. അപ്പൊ പിന്നെ എന്തായാലും ലഞ്ച് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ലഞ്ച് കഴിച്ചില്ല. ഞങ്ങൾ നേരെ 12 മണിയായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് വിട്ടു. ചേട്ടനോ?
വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ചൂടെന്ന് പറഞ്ഞ അമ്മാതിരി ചൂടാണ് പൊന്നോ. അതാണ് കുഞ്ഞിയുടെ ഫേസൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ ചൂട് സഹിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ കുഞ്ഞിക്ക് ഈ പ്രാവശ്യത്തെ അതായത് ചൂടൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. പക്ഷെ ഈ ഒരു 2-3 ദിവസമായിട്ട് ചൂടൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ ഇത് ഈ കാണണത് കേട്ടോ എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യണത് BMW. അപ്പൊ അതും കൂടി ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മോസ്ക്. ഇതിലൊക്കെ ഞാൻ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ കൊല്ലാണോ എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതിൽ കയറാനായിട്ട് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അൽവാദ മോളിലാണ് കേട്ടോ സിനിമ കാണാൻ പ്ലാൻ ചെയ്തത്. സാധാരണ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഷാബിയ, ഡെൽമ മോള് അവിടെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോവാറ്. ഈ പ്രാവശ്യം നമ്മൾ അൽവാദ മോളിൽ പോയിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമണി சிரிக்க மாட்டேன். എൻ്റെ അപ്പം അങ്ങോട്ട് പോയി. കുഞ്ഞി കുഞ്ഞി കുഞ്ഞുമണി അങ്ങനെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നല്ലൊരു ഫീൽ ആയിരുന്നു. കാരണം സിനിമ അത്ര നല്ല ഒരു മൂവി ആയിരുന്നു. കാരണം ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടോവിനോടെയാണെന്ന് തോന്നണം അടുത്തത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ അൽവാദ മോളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഉള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുറത്തുനിന്ന് പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അൽവാദ മോളിൽ ഭയങ്കര ഹറിബറി റഷ് പോലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയ നമ്മൾ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർക്കിങ്ങിന്റെ കാര്യം അബുദാബി ഉള്ളവർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. പാർക്കിംഗ് ആണ് വിഷയം ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് ബിരിയാണി, ചേട്ടൻ ബീഫ് ബിരിയാണി, ജോക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കനും പൊറോട്ടയാണ് കേട്ടോ. ഫുഡ് കുഴപ്പമുണ്ടായില്ല. അത്ര ടേസ്റ്റ് എന്നൊന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. അത്രയല്ലേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീക്ക്ലി പർച്ചേസിങ്ങിന് ക്യാപിറ്റൽ മോളിലേക്ക് വന്നേക്കാണ് കേട്ടോ. ക്യാപിറ്റൽ മോൾ ആവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി നമ്മൾ അൽവാദ മോളിൽ ലുലുലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും. ക്യൂ നിൽക്കണം ബില്ലടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അൽവാദ മോളിലാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഉണ്ടാവണ സമയം വരും. കുഞ്ഞുമണി പശുമ്പാണോ? പശുമ്പ. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കായിട്ട് വന്നത്. ഫുഡ് കഴിച്ചില്ല. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് തരാം കേട്ടോ. ബൈ.